ഹായ് ഡിയർ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ലാസ്റ്റ് ചാപ്റ്റർ നോ ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാവുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഇമ്പോർട്ടൻ്റ് ആയ ചില ക്വസ്റ്റ്യൻസ് 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ആദ്യം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഐഡിയാസ് ഓഫ് ഹെർബർട്ട് സ്പെൻസർ. ഹെർബർട്ട് സ്പെൻസറുടെ ഐഡിയാസ്, സൊസൈറ്റിയെക്കുറിച്ച് ഹെർബർട്ട് സ്പെൻസറുടെ ഐഡിയാസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് പ്ലൂറലിസം? എന്താണ് പ്ലൂറലിസം? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നാഷണൽ ഇൻ്റഗ്രേഷൻ? 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് നാഷണൽ ഇൻ്റഗ്രേഷൻ? നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോഷ്യൽ സിസ്റ്റം? എന്താണ് സാമൂഹിക വ്യവസ്ഥ? ഈ 4 ചോദ്യങ്ങൾ 2 മാർക്കിന് പ്രതീക്ഷിക്കാം. ഈ 4 ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എക്സാമിന്. അടുത്തതായി നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രധാനമായിട്ടും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സോഷ്യൽ ഹൈറാർക്കി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇന്ത്യൻ നാഷണൽ ഇൻ്റഗ്രേഷൻ? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ ഇന്ത്യൻ പ്ലൂറലിസം? ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഈ 4 ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും 1-2 ചോദിക്കാം. ഇതിൽ ആ 4ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് റിലീജിയൻ ഇൻ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, അതുപോലെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ ഇന്ത്യൻ പ്ലൂറലിസം. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അടുത്തതായിട്ട് 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു 3 ക്വസ്റ്റ്യൻസ്. അതിലൊന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഡൈവേഴ്സിറ്റി ആൻഡ് പ്ലൂറലിസം ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഡൈവേഴ്സിറ്റിയും പ്ലൂറലിസം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ സൊസൈറ്റി ആൻഡ് അർബൺ സൊസൈറ്റി. നഗര സമൂഹവും അതുപോലെ ഗ്രാമീണ സമൂഹവും തമ്മിലുള്ള വ്യത്യാസം. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ സൊസൈറ്റി ആൻഡ് അർബൺ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ട്രൈബൽ സൊസൈറ്റി ഇൻ കൺസർവിങ് ദ ഇന്ത്യൻ കൾച്ചർ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ട്രൈബൽ സൊസൈറ്റി ഇൻ കൺസർവിങ് ദി ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിൽ, ഇന്ത്യൻ സംസ്കാരത്തിൽ ട്രൈബൽ സൊസൈറ്റിയുടെ പങ്കിനെക്കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഒരു 3 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം? ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. 5 മാർക്കിനാണ്, എസ്എ ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക്സ് പ്രധാനമായിട്ടും വരുന്നത് റിലീജിയൻ വരുന്നുണ്ട്, കാസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്, ലാംഗ്വേജ് വരുന്നുണ്ട്, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൺ സൊസൈറ്റി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം? അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ദ ഫീച്ചർ ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഏകദേശം ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്. ആ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കായിരുന്നു നാഷണൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആ ചോദ്യവും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തതായിട്ട്
മൂന്നാമത്തെ 5 മാർക്കിൻ്റെ മൂന്നാമത്തെ ചോദ്യം, വാട്ട് വെർ ദി ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ഓഫ് ദി കാസ്റ്റ് സിസ്റ്റം ദ പ്രിവൈൽഡ് ഇൻ ഇന്ത്യ. ഈ ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യനിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്ന് പറയാവുന്നത് ഒന്നാമത്തെയാണ്. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഈ ചോദ്യം നമുക്ക് മസ്റ്റായിട്ട് വേണമെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്, അതായത് ഈ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു പോവേണ്ടതാണ്. 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ്, 4 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. എങ്ങനെയായാലും ചിലപ്പോൾ ഒരു 8 മാർക്കൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കുക. ഓക്കെ.